ജോജോ രാവിലെ തന്നെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുകയാണല്ലേ? അല്ല, ഈടായിട്ട് മൊബൈൽ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നുണ്ട്. അയ്യോ മമ്മ, ഐ വാസ് ജസ്റ്റ് വാച്ചിങ് എ വീഡിയോ. എന്റെ ഫ്രണ്ടിന്റെ ഒരു വീഡിയോ പുതിയതായിട്ട് യൂട്യൂബിലായിരുന്നു, അപ്പൊ അത് കാണുമായിരുന്നു. അമ്മ അങ്ങോട്ട് പോണ? ഓ, ബെറ്റിയുടെ വീട്ടിൽ പോവാ. എന്തിന്? കേക്ക് ഒക്കെ ഉണ്ടാക്കി ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ ബെറ്റി. അപ്പൊ കുറച്ച് ടിപ്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വരാം. മമ്മ, ബെറ്റിന്റെ വീട് തള്ളല്ലേ? ജോ, ലോക്കൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്, നിർത്തിക്കോണം. അത് പിന്നെ മമ്മ, ഞാൻ പഠിക്കുന്ന ഇവിടുത്തെ ലോക്കൽ സ്കൂളിലാണല്ലോ. സോ അതിന്റേതായ ചില ലോക്കൽ ഇൻഫ്ലുവൻസ് എന്നിലും ഉണ്ടാവും. പക്ഷെ ഇത് തീരെ ലോക്കലേ മതി കേട്ടോ, ഇനി അതിനകത്ത് കയറി അലക്കാൻ നിൽക്കണ്ട. അലക്കാൻ നിക്കണ്ട. അയ്യോ അയ്യോ, അലക്കാൻ നിക്കണ്ട കേട്ടിട്ടേ ഇല്ല കുഞ്ഞ്. മമ്മ കേക്കണം. തനി കൂട്ടുകാരാണ് ഈ ജോലിയൊക്കെയുള്ളത് മൊത്തം. സത്യം അത്രയ്ക്കും കൂറവാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തനി കൂറ. No, Mama, he is lying. It's not true, Mama. He is lying. It's true. It's true. വെറുതെ വഴക്കുണ്ടാക്കില്ലേടാ. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആ പിന്നെ അങ്ങനെ പറഞ്ഞാൽ ജോജോ, is it truth? It's not true, Mom. Look at his lying face. He is lying, Mom. Who said? He is telling lie. I know. എനിക്കറിയാം. നിങ്ങള് പുറത്തുനിന്ന് മാത്രമല്ല, വീടിനകത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ ലോക്കൽ വേർഡ്സ് പഠിക്കുന്നത്. ഫ്രെഡിയോട് 100 times ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോക്കൽ ഫ്രണ്ട്സിനെ വീടിനകത്ത് കയറ്റുന്നത് കേക്കില്ല. ഞാൻ പോവാ. പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയെ പുറത്തേക്ക് വിടുകയോ പപ്പയുടെ ലോക്കൽ ഫ്രണ്ട്സിനെ വീടിനകത്ത് കയറ്റുകയോ ചെയ്യരുത്. ചെയ്താൽ എല്ലാവരുടെ വിശദീകരിക്കണോ? എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ആ ബെറ്റിയുടെ വീട്ടിൽ പോവാ. ഇതിന് കുഴപ്പമുണ്ടോ? എന്ത്? എവിടെയും പോകുന്നില്ല. ഇത് ഞാൻ ബെച്ചിയുടെ അടുത്തൊന്ന് പോവാ. ന്യൂ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ റെസിപ്പി പറഞ്ഞു തരാന്ന് പറഞ്ഞു. സൂപ്പർ വേർഡ്സ്. എന്ത് ലോക്കലാണ് ഫ്രെഡ് ഇത്? ഞാനും കുന്നുമറ മാർക്കറ്റ് വരെ ഞാനും പറഞ്ഞു. എന്തിന്? നമ്മളെ ഫ്രണ്ട് നെൽസൺ പുതിയ പെട്ടിയാട്ടോ എടുത്തു, എനിക്കത് കാണണം. പെട്ടി ഗുഡ്സ് ആട്ടോ എടുത്തു, അത് എനിക്കൊന്ന് കാണണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വിളിച്ച് എനിക്കൊന്ന് പോയി കാണണം. ഗുഡ്സ് ആട്ടോ കണ്ടിട്ടില്ലേ ഫ്രെഡ്? കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ നെൽസന്റെ ആട്ടോ കണ്ടിട്ടില്ല. ഫ്രെഡിയുടെ ഫ്രണ്ട്സ് ഇവിടെ ഒന്ന് ലോക്കൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത് കേട്ടിട്ട് ഇവർ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. എന്തിനെങ്ങനെ ഷോ കാണിക്കുന്നത്? ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു. തോക്കാവുക്ക് പുല്ല് വരാ. ഞാൻ ലോക്കൽ ഫ്രണ്ട്സിനൊപ്പം ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴാണ് കണ്ടത്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തതാ. തരാട്ടാ. ഞാൻ ചാണ്ട് മാത്രം വെച്ചിട്ടോ മതി. എന്തോന്ന് പറഞ്ഞിട്ട് പോയത്? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനും പറഞ്ഞു? ഒന്നും പറഞ്ഞല്ലോ. ഞാൻ കണ്ടു. കണ്ടോണ്ട് അത് കണ്ണുകൊണ്ട് എക്സസൈസ് ചെയ്താ. എക്സസൈസ്. അതെ. ക്യൂട്ടി നോക്കിയോ? അപ്പൊ പോയിട്ട് വരാം. എവിടെ? I'll go somewhere, any place and somewhere. Where? I'm going to market. Which market? Market. എന്ത് കുഴപ്പമെത്ര? പപ്പ ചുമ്മാ അലമ്പോട്ട റൂമിൽ കയറി പോയി. ഞാനിതിനെ പേടിച്ച് ഐ എം നോട്ട് അഫ്രൈഡ് കേസ്. എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ആദ്യം. എനിക്ക് അകത്ത് കയറുന്ന റൂമിൽ കയറിയിരിക്കുന്ന കാര്യം എനിക്കില്ല. കുഴപ്പമെന്താ? അതന്നെ റൂമിൽ കയറി പോവാ. കയറി പോയി എവിടെ പോകാൻ പറടാ? മാമാ പോകാൻ പറടാ. എന്ത് പരേക്ക് പറഞ്ഞേക്കോപ്പാ, റൂമിലെത്തി ചെല്ലു. കേറി പപ്പ. സീൻ ഉണ്ടാക്കുമ്പോ നോക്കി അറിയാലോ.
ഇവിടെ വന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും. അവസാനത്ത് ഫുള്ള് പപ്പ തന്നെ കേൾക്കേണ്ടി വരുവേ. പപ്പ നാടി വേണം. പോണം പപ്പയ്ക്ക് പോണം. അല്ല പോണെങ്കിൽ പോട്ടെ, അത്ര അഹങ്കാരം പോട്ടെ. പക്ഷെ തിരിച്ചു വരുമ്പോ കോൺസിക്വൻസ് ഫേസ് ചെയ്ത് this is my only I tell you what അവളെ പോകാൻ പറ. that Madama വേറെ country, this is my country, my എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കും. Okay, I am not afraid. Anybody can. ഞാൻ പോയിട്ട് I am going to. എത്ര മനസ്സിലാവാതിരിക്കുന്നത്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ഇല്ലേ? അതിന് ഇപ്പോഴും ഞാൻ ജയിലിലാണ്. ഞാൻ ആരെ പഠിക്കണം? പാടാ നിനക്കൊക്കെ ചോറങ്ങും കൂറങ്ങോ അല്ലടാ. ദിസ് ഈസ് മൈ കൺട്രി. സ്വാതന്ത്ര്യം കിട്ടി. ഒരു ഇന്ത്യക്കാരന്റെ രോദനം. Do or die. ഗെയിമാ അല്ല What? This hand there in some no. എന്റെ പൊന്നെ. I will die. You all orphan. Another die put നിങ്ങൾ. പപ്പേനും കണ്ടു ബസ് പോക്കോ. പപ്പേനും ബസ് പോരാ. I tell you, നിങ്ങൾക്കെല്ലാവരും പറയണം. നിങ്ങൾക്ക് അറിവുള്ളൊരു കാര്യം വേണം. പപ്പ is gentleman. പപ്പ gentleman. ജെന്റിൽമാന്റെ അർത്ഥം പോലും ഇടയ്ക്ക് മാറിയായിരുന്നു. പപ്പ പ്ലീസ്. What is he doing? ചിരിക്കണം. ഇല്ല. I am a clown. He's telling me this. I am a clown. ആന്റിയോ? മോനെ മീൻ വേണ്ട മോനെ? മീൻ ഇപ്പൊ വേണ്ട ആന്റി. ആ മമ്മി എന്തിയേ? മമ്മ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പപ്പ പോയിരിക്കും. എന്തിയപ്പാ? പപ്പ അകത്തുണ്ട്. വിളിക്കണോ? ആ പപ്പനെ കണ്ടിട്ട് കുറെ നാളായി മോനെ. ആന്റി എന്റെ സുഖല്ലേ? ഓ പരമാനന്ദ സുഖം മോനെ. പപ്പായേ സായിപ്പ് എന്തിയേ? എന്റെ മോനെ കച്ചവടമൊക്കെ ഭയങ്കര കുറവാ. എന്താ സായിപ്പിന് ഇപ്പൊ മാർക്കറ്റിലോട്ടൊന്നും കാണാറൊന്നുമില്ലല്ലോ. അത് മമ്മ എങ്ങനെ പപ്പയും കൂടെ വിടാറില്ല. അതൊന്നുമല്ല, എനിക്കിന്ന് പുറത്തിറങ്ങാൻ താല്പര്യം. അല്ല മുപ്പത്തേരിപ്പോ വലിയ കലിപ്പിലാണ്. പേടിയാ. ആരെ? എന്നെ ലാൻഡ് മുന്നേ ഇടയ്ക്കിടയ്ക്ക് വരാതിരുന്നല്ലോ. ഇപ്പൊ എന്ത് അതെ ഇപ്പൊ മോനെ കച്ചവടമൊക്കെ ഭയങ്കര കുറവാണ് മോനെ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും വരവും ഭയങ്കരമായിട്ട് കുറഞ്ഞത്. എപ്പോഴും സിസിലെ പറ്റി ആലോചിക്കും. ഞാൻ മാർക്കറ്റ് വരുമ്പോഴേ അവിടെ കാണുന്നില്ല. അല്ല നമ്മള് നമ്മുടെ ആളല്ലേ, പിന്നെ നമുക്ക് മറക്കാൻ പറ്റും. എന്തായാലും വന്നല്ലേ കുടിക്കാൻ ആരും ആന്റി പ്ലീസ്. അത് പിന്നെ പിള്ളേര് എന്റെ അമ്മേ ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ ഇതിന്റെ അകത്തൊന്നും കേറിയിട്ടൊന്നുമില്ല. ഇതങ്ങോട്ട് വല്ലാണ്ട് അവിടെ പുതുക്കിയാണ്ട് പണിതല്ല അങ്ങോട്ട്. അത് ജൂലിയുടെ ഗ്രേറ്റ് ഫാദറെ സാഹിബ് ഡോളർ അയച്ചു കൊടുക്കും. അങ്ങനെ അല്ല ജൂലിയുടെ അപ്പൻ സാഹിബ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇടയ്ക്കൊന്നും പോകൂല. അതെ നമ്മുടെ ജൂലിയുടെ അമ്മ മഗ്ഗി മാതാവ് ഇപ്പോഴും ഇപ്പോഴും ഗോവയിൽ തന്നെ റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണല്ലേ? അടിപൊളിട്ടാ. ആന്റി വേണ്ട പോലെ ഞാൻ ഇവിടെ നിന്നോളാം. എന്നാ മീൻ അറുന്നും ചെയ്യും. അമ്മ ഈ കാലത്ത് തുടങ്ങി മീൻ കച്ചവടമല്ലേ? കുഷിയനൊക്കെ ചീത്താവും മോനെ. ഗസ്റ്റ് വന്നിരിക്കണം. മോനെ ഏതായാലും പറഞ്ഞോണ്ട് ഞാൻ ഇരുന്നേക്കാം. മരുന്ന മാറ്റോണേ കാലത്ത്. പിന്നെ കുടിക്കാൻ ചായ കാപ്പിയോ തണുത്ത ഇപ്പൊ തണുത്തൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്താണെന്നറിയാവോ, ഈ ചൂടത്തിൽ നമ്മൾ വണ്ടി ഓടിക്കണല്ലേ, പിന്നെ തണുത്തൊന്നും കുടിച്ചു കഴിയുമ്പോ പാടില്ലാണ്ടാവും. അത് കട്ടൻ
ഇരിക്കാനൊരു ബുദ്ധിമുട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. മീനിന്റെ വേനക്കാലം കൂടെ നല്ല എന്താ ചായ മോനെ ഒരു ഇത്തിരി മതിയിട്ട ചായ കേട്ടാ. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വെച്ച് ജൂലിനെ കണ്ട്. ഞാൻ എന്തെങ്കിലും സംസാരിക്കാന്ന് ഓർത്ത് വേഗം ഓടിച്ചെന്നപ്പോഴേക്കും പുള്ളിക്കാരി നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡില്ലെന്നേ. ഞാനിപ്പോ നമുക്ക് ഭയങ്കര വിഷം. അതൊന്നുമല്ല. അതെ, ജൂലി പുറത്തിറങ്ങി ആരുടെ അധികം സംസാരിക്കാം അല്ലേ? അത് ഞാൻ ഓർത്തിന് നമ്മളെ കണ്ടിട്ട് ഓർത്തിട്ട് നന്നായിട്ട് ചായ ഉണ്ടാക്കും. ഇതിനിങ്ങനെ പേരുണ്ട മോനെ ബ്ലാക്ക് ടീ പറഞ്ഞിട്ട് നല്ല ചൂടുണ്ട്. ഫ്രെഡി സാഹിബിന്റെ മക്കളെ സൂപ്പറാണ്ട്, അടിപൊളിയാണ്. എന്റെ സാഹിബ് എന്ന് വിളിക്കണ്ട, സാറൊന്നും വിളിക്കണ്ട, ഫ്രണ്ടിന്ന് വിളിച്ചാൽ സാർ അങ്ങനെ. പിന്നെ എന്റെ മക്കളെ സ്വഭാവം അടുത്തറിയും. പാവങ്ങളാണെന്ന് ചായ അടിപൊളി മോനെ. താങ്ക് യു. മോള് നന്നായിട്ട് ചായ മമ്മി. മീൻകച്ചവടമൊക്കെ നിർത്തിയോ? അതെ, ഞാൻ ഇപ്പൊ ഇവിടെയൊക്കെ വരാറുണ്ടേ. അപ്പൊ ഈ പിള്ളേര് പറഞ്ഞപ്പോ വിളിച്ച് കേറി ജോലി മീൻ എടുക്കട്ടെ ഞാൻ ഇത്തിരി. ഹേയ് വേണ്ട, ഞാൻ പൊക്കോട്ടെ. ഞാൻ ചായ തീർത്ത് കുടിച്ചിട്ട് പോ. എനിക്ക് വേണ്ട പിന്നെ. ബൈ. ബൈ ബൈ ബൈ. കർത്താവേ. ഹായ് മമ്മ. മമ്മ നേരത്തെ വന്നേ? ബെറ്റിയുടെ ഇല്ലാത്തോണ്ട് എനിക്ക് നേരത്തെ ഇവിടെ വരാൻ പറ്റിയല്ലോ. അത് നന്നായി. നന്നായിന്നാ? നേരത്തെ വരാൻ പറ്റിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഗസ്റ്റിനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. അയ്യോ, സിൽസിലെ പാവം അല്ലേ? മീൻ വിറ്റ് തളർന്നു വന്നപ്പം എന്റെ മോള് ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊടുത്തു. അത് തെറ്റാ? എന്നാ പിന്നെ ലഞ്ച് കൂടെ കൊടുത്തിട്ട് വിട്ടാ പോരായിരുന്നോ? എത്ര സ്നേഹവും പരിചയമുണ്ടെന്ന് പറഞ്ഞാലും ചില ആൾക്കാരെ വീട്ടിനകത്ത് കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്നേഹത്തോടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് പുറത്തുള്ള ആൾക്കാരോട് പറഞ്ഞു നടക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാരെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇംഗ്ലീഷുകാരെ മാത്രമേ വീടിനകത്ത് കയറ്റുള്ളൂ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ചില ആൾക്കാരുടെ കാര്യത്തിൽ എനിക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ആ സിൻസിലയുടെ കാര്യത്തില്. എന്തോ മാന്യമാരായിട്ടുള്ള ഗസ്റ്റുകളായിരിക്കും, തുറന്നു കൊടുക്കൂ. തുറക്കൂ. അയ്യോ, സിൽസില പോയില്ലായിരുന്നോ? ഇല്ല, പോയില്ല. അയ്യോ, ലഞ്ച് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ജൂലി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ മാറിക്ക് സായിപ്പോടൊന്ന് കൂടെ കൂടാന്ന് പറഞ്ഞോണ്ട് നിൽക്കണങ്ങട്. അല്ല, വേറെ മോശപ്പെട്ടൊന്നും പറഞ്ഞില്ല. എടീ പൊടിന്ന് പറയരുത്. എടീ, ഞങ്ങളെ പോലെ ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ കയറിയിരിക്കണമെന്ന് ആണക്കരാണ് നീ ഇപ്പൊ പറഞ്ഞ. ഞാൻ കേട്ടല്ലോ അടി ഇവിടെ നിന്നിട്ട്. സിൽസിലപ്പോ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇറങ്ങിപ്പോ. നിന്റെ അമ്മയും എന്റെ അമ്മയൊക്കെ ഒന്നിച്ച് കളിച്ചു കളഞ്ഞ ആൾക്കാരടി. അവരൊക്കെ എടി പൊടി നടി വിളിച്ചിരുന്നു വെച്ചത്. പിന്നെ നിന്നെ ഞാനിപ്പോ എടി എന്ന് ചെല്ലടി നാണക്കേട്. സിൽസില, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് സിൽസിലയുടെ സ്നേഹമാണ്, ബഹുമാനം ഒക്കെ തന്നെയാണ്. പക്ഷെ സിൽസിലെ പോലുള്ള ആൾക്കാർ വീട്ടിൽ കയറുന്നത് എന്റെ ജോലിക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ. അല്ല, ഈ ഞങ്ങളെ പോലുള്ള നമുക്ക് ആരാണ്? മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാ? എടി, ഞങ്ങള് മീൻ കച്ചവടം ചെയ്ത് അസലായിട്ടാണ് ജീവിക്കണത്. നിങ്ങളെ പോലെ അല്ലടി ഞങ്ങള്. അല്ല, സിൽസില ഇപ്പൊ പറഞ്ഞത് വ്യക്തമാക്കണം. സിൽസില പറഞ്ഞതിന്റെ അർത്ഥം ഞാനും എന്റെ ജോലിയും അധ്വാനിക്കാൻ ജീവിക്കണമെന്നല്ലേ? അല്ലേ? അല്ലേ? ആ, ശരിയാണ്, അധ്വാനിക്കാണ്ട് ജീവിക്കണത്. ഒരു സായിപ്പ് മതം വന്നേക്കണ്. നിങ്ങളുടെ കാര്യം പുറത്തിറങ്ങിട്ടുണ്ടെങ്കിലേ പിന്നെ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല പുറത്തിറങ്ങി. മനസ്സിലായ? ആൾക്കാരൊക്കെ ഞാൻ നോക്കാം, നീ പറ. നീ ആരടി പേടിക്കണത്? ഞാനേ തുറയില് കളിച്ചു വളർന്നാടി. നിന്നെ വളർച്ചിട്ട് നീ തുറയിൽ പോയി കാണിക്കും. ഇവിടെയാണോ കാണിക്കണ്ടേ? അയ്യോ, എടി നിനക്ക് തുറക്കായിരുന്നു ഇത്ര നാണക്കേനെന്താടി നിനക്ക്? നിനക്ക് ഇത്ര പുച്ഛം തറ. നീ അങ്ങാടി പോണ ഇങ്ങാടി പാടി. ഇത് വല്ല കൊട്ടാരല്ലേ? ഇത് ഉണ്ടാക്കിയതെങ്ങനെ? അല്ല, ഇറങ്ങി നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ അല്ല, ഇവളാരാണ് ജൂലി? ഉത്സവത്തിൽ രാജകുമാരിയാണോ അവള്? അവരോട്
പിടിച്ചകത്ത് കയറ്റല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്. ശരിയാക്കി തരാം എല്ലാത്തിനും ഞാൻ. അമ്മ വേണ്ട അമ്മ അകത്തോട്ട് പോ. കാരണം പറഞ്ഞ കാര്യമില്ലല്ലേ പോടുന്നു സായിപ്പ് കിടന്നത്. നല്ല പിന്നെ എന്നാലും ചീത്ത മമ്മ കൂൾ ഡൗൺ. കൂടുതൽ മമ്മ നമ്മള് റിയലി സോറി. പറ്റിപ്പോയി. ചീത്ത വിളിക്കുക സാഹിത്യം സൂക്കെ അമ്മ പ്ലീസ്. ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന റിച്ചാർഡ് സാഹിബ് ഇവരെ ചീത്ത വിളിച്ചു. നല്ല കാര്യമുണ്ടോ മമ്മ കൂൾ ഡൗൺ മമ്മ. കൂടുതൽ മമ്മ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. മമ്മ നമുക്ക് ഇനിയിപ്പോ വിട്. മമ്മ കിച്ചണിലോട്ട് എന്നെ വിളിക്കട്ടെ പോട്ടെ കുഴപ്പമില്ല. അത് അമ്മ ജൂലിയെ വിളിച്ചത് കുഴപ്പമില്ല. ഓക്കെ. ജൂലിയുടെ പപ്പ വിളിച്ചില്ലേ? മമ്മ റിലാക്സ്. ഇനിയിപ്പോ അതിനെ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയൊന്നും സംഭവിക്കുന്നു. വാടി നീ ഇങ്ങട് വാടി ഇങ്ങട്. മമ്മ പോകണ്ട. എടി നിന്റെ തള്ള മങ്കിമതാമില്ലടി സായിപ്പിനെ കെട്ടി ചരിത്രമൊക്കെ എനിക്ക് മുഴുവൻ അറിയാടി. കഥ കേട്ടെ പിള്ളേർ കേട്ട് നമുക്ക് കേട്ടെ കഥ കേട്ടെ. സിൽസില കുട്ടിക്കാലം തൊട്ട് തറക്കളിക്കാൻ നീ മിടിക്കുക. പക്ഷെ നിന്നെ പോലെ അവൻ എന്നെ കൊണ്ട് പറ്റില്ല. എടി ആ ജെട്ടിയുടെ മുമ്പിലുള്ള ബംഗ്ലാവിന്റെ അവിടെ വെച്ചിട്ട് നിനക്ക് എന്തോരം നാരങ്ങൂട്ടായി ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നീ ഞണ്ണി തിന്നിട്ടില്ലേടി. ഇംഗ്ലീഷുകാരി മതാമടക്കണ്. ഇവിടെ എന്തൊക്കെ നടക്കണം എനിക്ക് വയ്യ. ഇത് നാടക്കണോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചത്? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ആരെയും കേട്ടിരുന്നത്. മമ്മ ഇത്തിരി വെള്ളം കൊടുക്കാൻ വേണ്ടി. വെള്ളം കൊടുക്കാൻ അവത്തേക്കും എന്റെ പപ്പയെ വരെ അവള് പറഞ്ഞു. ഇങ്ങനത്തെ ആൾക്കാരെ വീട്ടിൽ കയറ്റരുതെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ബുദ്ധിയെങ്കിലും വേണം. പപ്പയ്ക്ക് ബുദ്ധിയില്ല. നിങ്ങൾ അതേപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണോ? അടുത്തെനിക്ക് സോറി മമ്മ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണ്ടേ ഇവളുടെ അമ്മ മങ്കി മദാമേ ഗേദിയില്ലാണ്ട് നടന്നൊരു കാലം. കഥ കേട്ടോ? കേട്ടോ. കുറച്ച് സൗന്ദര്യവും തൊരിയെളുപ്പും ഉണ്ടായിരുന്നു. എന്തിനു പറയണ ആ സായിപ്പിനെ അങ്ങോട്ട് വളച്ച് കുപ്പിയിലാക്കി രക്ഷപ്പെട്ടവരാണ്. ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മദറിനെ പറ്റി ഞാൻ ആവശ്യം പറയാം. എനിക്ക് സഹിക്കില്ല. അവരെ മദർ ലോ അല്ല, വെറും ലോ ക്ലാസ് ആണ്. തറയണവര്. അയ്യേ എന്തിനു നാണക്കേട്. എടി കാക്ക കുളിച്ച കൊക്കാവൂലടി. നിന്നൊക്കെ വെറുതെ അല്ലടി സായിപ്പന്മാര് ഇട്ടിട്ടുണ്ട് പോയി കളഞ്ഞത് അങ്ങോട്ട്. സിൽസില ഞാൻ ഒരു കാര്യം പറയാം. ജൂലിയെ പറ്റി അനാവശ്യം ഒരു അക്ഷരം സംസാരിച്ചവർ എങ്ങനെ സോബർ പോലീസ് ഇങ്ങനെ തന്നെ കളിക്കണം. പിന്നെ പാപ്പ ഒരു ചൂലങ്ങൾ മാറിയിക്കടി. നിന്റെ ജീവചരിത്രം മുഴുവനും ഞാൻ പുസ്തകമാക്കി അച്ചടിച്ച് സൈക്കിൾ ഓട്ടി ഈ ലോകം ഈ നാട് മുഴുവനും ഞാൻ കൊണ്ടടക്കൂടി. വേണ്ട ജൂലി വേണ്ട. എന്താണ് എന്താണ് ഇത്ര? എന്താ കാര്യം? നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുണ്ട്. ലാഡിയ സിൽസിന്റെയും ബലക്കള്ളൻ സേവറിന്റെയും മോളെ മത്തി സിൽസിലേക്ക് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നീ ഈ വീടിന്റെ പുറത്തിറങ്ങിയാൽ മതി. നീ പറ. നിന്റെ അപ്പൻ സായിപ്പില്ലടി. കൊച്ചിയിലുണ്ടീ 10 മക്കള്, കൊയിലാണ്ടിലുണ്ട് ഒരു 15 മക്കള്, അതൊക്കെ ഗോയലുണ്ട് 20 മക്കള്. കർത്താവ് എല്ലാം കൂടെ 5 എണ്ണത്തിൽ കൂടെ ഉണ്ടല്ലോ. സിൽസില ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ ഫാദറിലോ ഈ 5 എണ്ണത്തിൽ ചെല്ലും ചെലവും കൊടുത്ത് നന്നായിട്ട് നോക്കണം. 5 ഉണ്ടാ അങ്ങനെ മാന്യനാണ്. മാന്യം നിറക്കണ് സായിപ്പന്മാരിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ചറ്റാണ് ഇവിടെ തന്ത. ആന്റി ആന്റി മമ്മ അനക്കില്ല. എടുത്ത് വെളിയിൽ വച്ചിടാ ഈ ശവത്തിനെ. സിൽസില സിൽസില സിൽ സിൽസിൽ സിൽസിൽ ബലക്കള്ളൻ സേവിയറിന്റെ മോളെ. ഐ ആം നോട്ട് എ ഫൂൾ. ഇതിന്റെ പിന്നിൽ നിന്ന് കളിച്ചത് മൊത്തം ഫ്രെഡിയാണെന്ന് എനിക്കറിയാം. ഞാനിത് മറക്കില്ല. മുറക്കയറുന്ന കൊള്ളാം. ഏ എനിക്ക് കൊള്ളാം. ഇവിടെ കിടന്ന് ജീവിച്ചു പോണ്ടേ.